ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിപ്പില്ലേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇന്ന് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ലോഡായിരിക്കുന്നു കേട്ടോ. ലോഡായതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ ആ ലോഡ് കയറ്റാൻ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോന്ന നോക്കിയില്ല ഇതാ ഇവിടെ ആലുവയിൽ നിന്ന് പറവൂർ റോഡ് കേട്ടോ. ആ പറവൂർ റോഡിൻ്റെ ഉള്ള കാഴ്ച ഫുള്ള് ഒരു സൈഡിൽ ഫുള്ള് നെൽകൃഷി. അപ്പം ഇവിടെയൊക്കെ എന്താ പറയുക, ആൾക്കാർക്ക് വിവരവും ബോധവും വെച്ച് തുടങ്ങി. കൃഷിയില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല കഥ വെച്ച് തുടങ്ങി തോന്നുന്നു. അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ആദ്യം കൃഷി ഉണ്ടായിരുന്നു എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഇതാ ഒരു വയൽ പാടായിട്ട് തന്നെ കിടക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ എത്രയും നല്ല മനോഹരമായ കാഴ്ച കണ്ടതിൽ എനിക്കെന്താ പറയുക സന്തോഷമുണ്ട്. അല്ലാണ്ട് സാധാരണ വീഡിയോ തുടങ്ങുമ്പോൾ എന്താ ഉണങ്ങിയ കാഴ്ച തുടങ്ങും, ഉണങ്ങിയ ബുദ്ധി അങ്ങനത്തെ ഒക്കെ കാണിക്കേണ്ട ശരിയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം നോക്കി നല്ല അടിപൊളി, നല്ല ഒന്നാം തരം കൃഷി. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ മുന്നിൽ നിന്ന് കാണാട്ടോ. ഞാൻ വിചാരിച്ച പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഇനി കാണിക്കാനാവും. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ തുടക്കം തന്നെ അടിപൊളിയാണ്. തുടക്കം അടിപൊളിയായ ഒടുക്കും അടിപൊളിയാവുന്നതാണെന്ന് പറയുക. അപ്പോൾ നമുക്കിനി നോക്കിയല്ല കഴിച്ച് നമ്മൾ ഏറെക്കുറെ എത്തിത്തുടങ്ങി. ഇതാണ് നമ്മൾ ലൊക്കേഷൻ എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് എന്താ പറയുക, നമ്മൾ കയറുന്ന സ്ഥലം ഏകദേശം നമ്മൾ എത്തി. അധികം ദൂരമൊന്നുമില്ല. എൻ്റെ ഇപ്പം പറഞ്ഞാൽ വ്ളോഗ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദാറ്റ് ഇവിടുന്നാണ്. എന്താ വെച്ചാൽ ഇവിടെ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. എൻ്റെ വീഡിയോ ഫസ്റ്റ് തുടങ്ങുന്ന ഇവിടുന്ന്. ഞാൻ ചെരുപ്പ് കമ്പനിയിൽ ടയർ കമ്പനിയിലെ ഈ ടയറും കൊണ്ട് വരുന്ന വീഡിയോ ആണ്, വ്ളോഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അതിലിപ്പം പറഞ്ഞതിനോട് എന്താ പറയുക, ആ ടയർ കമ്പനിയിലേക്ക് ഫസ്റ്റ് നമ്മൾ വരുന്നത് ഇവിടെയാണ്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദാറ്റ് അതിൻ്റെ അടുത്ത് എവിടെയോ ആണ് ഈ സ്ഥലം എന്നാണ്. ഒരു വൈൽഡ് ഗസ് നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഉണ്ടാവും, എന്തായിട്ടാ വരികയെന്ന്. അതെ, നമ്മളിവിടെ അടുത്ത് എവിടെയോ ആണ്, ഇവിടെ എവിടെയോ ആയിരുന്നു ടയറിൻ്റെ കമ്പനി. നമുക്ക് എന്താ പറയുക, കണ്ടാൽ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു വയനാട്ടുകാരെ വണ്ടിയിലാട്ടോ ഉള്ളത്. നമ്മളിതാ ഇവിടെ കമ്പനിയിൽ ഇതാ ലോഡ് കയറ്റാൻ വന്നപ്പോൾ നമ്മളെ വണ്ടി ഇതാ അപ്പുറത്ത് ഇവിടെ ഉണ്ട്. അന്നേരം ലോഡ് കയറ്റാൻ വന്നപ്പോൾ ഒരു നമ്മളെ കണ്ടുവച്ചുള്ള ഒരാളെ കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് ഒരിടത്ത് വന്ന് ലോഡ് പറഞ്ഞത് അവരെ വണ്ടീൻ്റെ ഡ്രൈവർ പോയി ഡ്രൈവർ സീറ്റിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. നമ്മൾ ആസിസ്റ്റാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഈ കമ്പനീൻ്റെ ഉള്ളിൽ ഇതാട്ടോ. നമ്മളെന്താ പറയുക, ഇവിടെ നിന്നാണ് നമ്മൾ എന്താ പറയുക കാണുന്നത് കയറ്റുന്നത്. നമ്മളെ ബോസിൻ്റെ കമ്പനിയാണ്, ബോസിൽ നിന്നാണ് നമ്മൾ കയറ്റുന്നത്. അപ്പം ബോസിൽ നിന്ന് കയറ്റിയിട്ട് നമ്മളെ കോഴിക്കോടേക്ക് 2 സ്ഥലത്ത്, ഒന്ന് പന്തീരങ്കാവും, പിന്നെ രണ്ടാമത്തത് തൊണ്ടയാട് മൈജി ഫ്യൂച്ചറുമാണ് ഇപ്പോൾ ഇറക്കാനുള്ള. മൈജി ഫ്യൂച്ചറിൻ്റെ പുതിയ ഇനാഗുറേഷൻ കഴിഞ്ഞാത്ത എന്താ പറയുക 20-ാം തീയതി എങ്ങനെയാണ് ഇനാഗുറേഷൻ അവിടെ ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള വീഡിയോ ഒന്നും എടുക്കാത്ത ഇതൊക്കെ തന്നെയാണ് കാരണം. രാത്രി ഇതാണ് അവസ്ഥ. പ്രത്യേകിച്ച് കാണാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ രാത്രി ഇങ്ങനെ കാലി പോവ് തന്നെ.
രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കാലി റോഡും പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് രാത്രിയുള്ള വിഷ്വൽസ് ഞാൻ അധികം ഫോണിനകത്ത് ഞാൻ കൊണ്ടുവരാത്തത്. കണ്ടില്ലേ, ഇങ്ങോട്ട് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടീൻ്റെ വെളിച്ചം ബ്രൈറ്റായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അത് ഇങ്ങനെ അടിച്ച് കീഴാലാണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിങ്ങനെ രാത്രിയുള്ള വീഡിയോസ് ഞാൻ വെളിങ്ങനെ എടുക്കാത്തത്. പിന്നെ ഇപ്പോൾ ഈ രാത്രിയുള്ള ഇപ്പം തന്നെ എൻ്റെ വണ്ടീൻ്റെ വെളിച്ചാട്ടത് വേണ്ട റോഡൊക്കെ അത്യാവശ്യം നല്ല വിസിബിളായിട്ട് കാണാം. അങ്ങനത്തെ പ്രശ്നങ്ങളോ ഹെഡ്ലൈറ്റിൻ്റെ ഈ എന്താ പറയുക ഇത് കമ്പനി വരുന്ന ലൈറ്റാട്ടോ. ഫോഗ് ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഫോഗ് ലൈറ്റ് ഓൺ ആക്കാൻ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഈ കമ്പനി വരുന്ന ലൈറ്റിൽ അത്യാവശ്യം വേണ്ട വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ലൈറ്റാണ്, ഇത് ഡിമ്മാണ്. അത്യാവശ്യം വേണ്ട വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പൊന്നാനിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പൊന്നാനി ഹോട്ടലിലേക്ക് കയറി നെയ്ച്ചോറും കോഴിയും കഴിച്ചു. ആ മുന്നിൽ കാണുന്ന വണ്ടി ഉണ്ടോ, അത് നമ്മൾ വയനാട്ടുകാരൻ്റെ വണ്ടിയാട്ടോ. ആശിക്കാൻ്റെ വണ്ടിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ എന്താ പറയുക ഉച്ചയ്ക്ക് കാണിച്ച ആശിക്കാൻ്റെ വണ്ടി. ഞാൻ നേരത്തെ ഡ്രൈവർ സീറ്റ് കയറി കുതിർന്ന ആ വണ്ടി കേട്ടോ. മക്കോൻ്റെ ഒന്ന് റണ്ണിങ് പൊട്ടിക്കളയാം. വളരെ പതിക്കാട്ടോ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവനെ റണ്ണിങ്ങിലൊക്കെ പൊക്കാൻ കഴിയുന്നത്. അത് വേറെ കാര്യം. ഇല്ലേ ആ പുള്ളിക്കാരനെ എയറോണൊക്കെ കണ്ടിട്ടോ. നമുക്കതൊന്നും ഇല്ലേ. നമ്മളധികം വൈകാണ്ട് തന്നെ എല്ലാ സെറ്റപ്പും നമ്മൾ വണ്ടീൻ്റെ അത് കൊണ്ടുവരും. വണ്ടി കൊടുത്തില്ലെങ്കിൽ കേട്ടോ. വണ്ടി എന്താ പറയുക ഇപ്പം പറഞ്ഞാൽ മുതലാളി ഇത് കൊടുക്കണമെന്നും കൊടുക്കണമെന്നും ആയിട്ട് രണ്ട് മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂപ്പർക്ക് 12 കിലോ വണ്ടീനോട് ഭയങ്കര മോഹമുണ്ട്, ഒരു മോഹപ്പത്ത്. അതുകൊണ്ട് 12 കിലോ വണ്ടി ആക്കണം എന്നാണ് മൂപ്പര് പറയുന്നത്. ഞാൻ പറഞ്ഞ നമുക്ക് പിന്നെ അടിച്ചു പൊളിയായിട്ട് ഓടിക്കാമെന്ന്. അന്നേരം മൂപ്പര് പറയുന്ന ഒന്നുകൂടി മൂപ്പർക്ക് മെച്ചമുണ്ടായി. ഇതിനേക്കാട്ടിലും മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് എന്താ പറയുക കട്ടൻസിൻ്റെ പണി കണ്ടമാനോ ഉണ്ട് ഇപ്പോൾ നിലവിൽ മൂപ്പര കയറോട്ടിൽ. നേരം അതിന് തന്നെ ഓടാതാകുമ്പോൾ സ്ഥിരമായിട്ട് ഓട്ടോ ഉണ്ടാവും. ഇത് എക്സ്പ്രസ് ഓടാന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടുവന്ന വണ്ടിയാട്ടോ ഇത്. പക്ഷെ നമ്മൾ എക്സ്പ്രസ് നമ്മൾ ഓടയില്ല, ഓടാൻ പറ്റില്ല. നമുക്ക് ഓടാൻ പറ്റിയ എന്താ പറയുക നമ്മളെ ഇതിനനുസരിച്ചുള്ള ആരിപ്പം എന്താ പറയുക എക്സ്പ്രസ്സിനൊക്കെ ഒരുപാട് വണ്ടി ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊന്നും നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ എക്സ്പ്രസ്സിനങ്ങനെ ഓടാനുണ്ടെങ്കിൽ നല്ല വാടകയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ എക്സ്പ്രസ് പോകുന്ന ആൾക്കാർ കാണുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ കമൻറ്റിൽ ഒന്ന് പറയട്ടോ. എന്താ പറയുക എക്സ്പ്രസ് ഓടാനുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്താ പറയുക അതിൻ്റെ ID കയറിയൊക്കെ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാം. എൻ്റെ ബയോയിലുണ്ടാവും ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ID. ഇൻസ്റ്റാഗ്രാമിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഏത് അക്കൗണ്ടിൽ 3 അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 അക്കൗണ്ടിൽ ഏതിലയച്ചാലും ഞാൻ റിപ്ലൈ തരും. പണ്ടെന്താ പറയുക ഏത് അക്കൗണ്ട് കയറിയാലും കുഴപ്പമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ എന്തായാലും വരും കേട്ടോ. പിന്നെ നമുക്കിന്ന് ലോഡ് എന്താ വെച്ചാൽ ഒന്ന് രാമനാട് വരെയും പിന്നെ രണ്ടാമത് തൊണ്ടയാടാണ്. തൊണ്ടയാട് മൈജാന്ന് രാമനാട്ട് വരെയും മൈജാന്നാണ് എൻ്റെ വിശ്വാസം. ബില്ലെടുത്ത് നോക്കണം. പിന്നെ നമുക്കെന്താ പറയുക ആദ്യം തൊണ്ടയാട് പോയതിനു ശേഷം തിരിച്ച് വരണം രാമനാട്ടുകാരിക്ക്. നമുക്കെന്താ പറയുക രാമനാട്ടുകാരിക്ക് ആദ്യം അവിടെ ഇറക്കിയിട്ട് പോകുന്നതായിട്ട് നമ്മളൊക്കെ നല്ല. പക്ഷേ എന്താണെന്ന് തൊണ്ടയാടുള്ള ഫസ്റ്റ് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ ആദ്യം തൊണ്ടയാട് പോയി. കാരണം രാമനാട്ടുകാരല്ല പന്തീരാങ്കാവിൻ്റെ രാമനാട്ടുകാരൻ്റെ ഇടയിലായിട്ടാണ് എന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്. ഇനിയിപ്പോൾ മുമ്പിലത്തേക്ക് കാണാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ രാത്രി. അതുകൊണ്ട് എന്താ പറയുക ഇനി നേരം പുലർന്നിട്ട് വണ്ടി കൊണ്ട് ഞാൻ ആടെ എത്തിയതിന് ശേഷം നേരം പുലർന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മൈജി ഫീച്ചറിന് പണി ചെയ്യാത്ത സ്ഥലമാണ്. ഇവിടെ രാത്രി ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് 1:10 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് എന്താ പറയുക ലോഡ് ഇറക്കണം. ഇവിടെ നിലവിൽ വേറെ 2 ലോറികളുണ്ട്. ബാക്കി വിശേഷം ഒക്കെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. നാളെ നേരം വിളിച്ചിട്ട് കേട്ടോ. ഇപ്പം മൈജീൻ്റെ മുന്നിൽ നേരം വെളുത്തിട്ടോ.
അപ്പോൾ ഇതാ പുതിയ പണി കഴിയാത്ത മൈജിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ ഇത്. ഉള്ളിൽ ഫുള്ള് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലങ്കോലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാണ് കുണ്ടന്മാർ. ഇനിയിപ്പം ബാക്കിയുള്ളതായി ഈ ചെക്കനൊക്കെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി, നമ്മളെ പേപ്പർ വർക്ക് കാര്യങ്ങൾ. ഇത് യൂണിയൻ്റെ ആൾക്കാരാണ്, എന്താ നടന്നു പോകുന്ന ആൾക്കാർ യൂണിയൻ്റെ ആൾക്കാരാണ്. സാധനം കയറ്റാൻ എടുക്കാനൊക്കെ അല്ലേ. ഇന്നലെ രാത്രി 1:10 ആകുമ്പോൾ ഇവിടെ എത്തിയ വണ്ടി കേട്ടോ. ഇതാ ഇപ്പോഴും ഇറക്കിയില്ല. എന്നുവെച്ചാൽ ഞാനിതാ വണ്ടീൻ്റെ അകത്താന്നുള്ളത്. ഇപ്പോഴും എന്താ പറയുക, കുറേ വണ്ടികൾ ഇവിടെ വന്ന് പേരൊക്കെ കൊടുത്തിട്ട് താഴെ എന്താ പറയുക പാർക്കിംഗ് ആയിട്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഓരോക്കെ വന്ന് ഇപ്പം പറഞ്ഞ രാവിലെ ഇപ്പം 12 മണിയായി. ഇതുവരെ നിലവിൽ ഇതിൻ്റെ ലോഡൊന്നും ഇറക്കിക്കൊന്നുമില്ല. ഇന്ന് മിക്കവാറും ഇനിയിപ്പോൾ എന്താ പറയുക രാമനാട്ടുകാർക്ക് രണ്ടാമതും പോകാനുണ്ട്. ഫറൂഖ് കോളേജിൻ്റെ അടുത്ത് നിന്നാണ് അവർ പറഞ്ഞത്. ആടെയും കൂടി എനിക്ക് ഡെലിവറി ഉണ്ട്. അതുകൂടിയോ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നടക്കുന്നു. ഈ ലോഡിങ് ആയിരിക്കും വെച്ചാൽ ഭയങ്കര പൈസ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ലോഡിങ്ങിൻ്റെ പൈസയ്ക്ക് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാണാം കേട്ടോ. ഇപ്പോൾ എല്ലാ വീഡിയോസും ചെറിയ ചെറിയ കഷ്ണമാക്കി എടുത്താൽ എന്താ വെച്ചാൽ ഓവർ ലെങ്ത് ആക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ രാമനാട്ടുകരയുള്ള മൈജി ഫ്യൂച്ചറിൻ്റെ വേറെ ഹൗസിലാണ്. രാമനാട്ടുകരല്ല എന്നാൽ അയനിലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വേറെ ഹൗസിലാണിത്. ഇപ്പം പറഞ്ഞ ബോസിന് കാണാതിരിക്കുന്നത്. ഞാൻ 2 സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ഥലം അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലൊക്കേഷൻ്റെ അകത്തേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ ഈ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ഡെലിവറി ആണ്. ഇവിടുന്ന് ചേട്ടന്മാരിതാ ഇവിടുത്തെ പണിക്കാർ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊടുക്കട്ടെ. നമ്മളിപ്പോൾ ഇനി പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ മുതലാളീൻ്റെ എസീൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ നാളെ വീഡിയോൻ്റെ അത് കണ്ടില്ല ആ വർക്ക്ഷോപ്പിലേക്ക് കേട്ടോ. അവിടെ കൊണ്ട് വണ്ടി ഒന്ന് കയറാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ, സ്റ്റേ ട്യൂൺ.